മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മീനാക്ഷി പാലത്തിന് മുകളിലെ മണ്ണ് നീക്കൽ പുരോഗമിക്കുന്നു. മണ്ണിടിച്ചിലിൽ പരുക്കേറ്റ മധ്യപ്രദേശ് സ്വദേശി ദിലീപിന്റെ നില ഗുരുതരമാണ്. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുത്തു. മണ്ണിടിച്ചിലിനെ തുടർന്ന് 21 കുടുംബങ്ങളെ കാഞ്ഞിരോട് പോളിടെക്നിക് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു. ദീപക് ധർമ്മടം, അജി കുഞ്ഞുമോൻ, ഒപ്പം ഗോകുൽ കെ വേണുഗോപാൽ. ആദ്യം അജി കുഞ്ഞുമോനിലേക്കാണുള്ളത്. അജി കള്ളാടിയിലെ ദുരന്ത സ്ഥലത്താണ് നിലവിലുള്ളത്. അജി, നേരമിരുട്ടുകയാണ്, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഇനിയിപ്പോൾ ദുഷ്കരമാകും, വെളിച്ചമുണ്ടാകില്ല. ഒപ്പം മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? മഴ പെയ്യുന്നുണ്ടോ? ഇതിനോടകം കുറച്ച് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ആളുകൾ എന്നൊരു സംശയമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ഈ പ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മീനാക്ഷി പാലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. കാരണം ടിപ്പർ ലോറികൾക്ക് പോലും ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മീനാക്ഷി പാലത്തിൻ്റെ മണ്ണ് പൂർണ്ണമായും മാറ്റി ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഈ പാലത്തിന് മുകളിൽ നേരത്തെ മണ്ണ് അത്രത്തോളം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു. മണ്ണ് പൂർണ്ണമായും ഒരു മല പോലെ മൂടിക്കിടക്കുന്നിരുന്ന അവിടെയാണ് മണിക്കൂറുകൾ കൊണ്ട് പൂർണ്ണമായും ആ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത്. പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ ആരെങ്കിലും ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരച്ചിൽ, കടാവൂർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തണം. അത് മാത്രമല്ല, നേരത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിന്റെ തൊട്ട് താഴെ ഒരു ബസ് കാണാൻ കഴിയും. അത് ഈ തൊഴിലാളികളെ കൊണ്ടുവന്ന ബസ്സാണ്. ആ ബസ്സിൽ ഉൾപ്പെടെ തെരച്ചിൽ അല്പസമയം മുൻപാണ് NDRFന്റെ 5 പേരടങ്ങുന്ന സംഘം ഈ ബസ്സിന് അകത്ത് കയറി തെരച്ചിൽ നടത്തിയത്. വളരെ സാഹസികമായിട്ടാണ് അവർ തെരച്ചിൽ നടത്തിയത്. കാരണം കുത്തി ഒലിക്കുന്ന പുഴയാണ്. ആ പുഴയിൽ വളരെ സാഹസികമായിട്ട് തന്നെ അവർ അവിടെ തെരച്ചിൽ നടത്തി. ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ മറുവശത്തേക്ക് തെരച്ചിൽ നടത്തുകയാണ്. അവിടെ ഈ കണ്ടെയ്നറുകൾ, അത് ഈ തൊഴിലാളികൾ വിശ്രമിക്കുന്ന ചെറിയ തരത്തിലുള്ള താൽക്കാലിക കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകളിലുള്ള പരിശോധനകൾ നടത്തുന്നു. അവിടെ JCB മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. ആ JCBയിൽ അവർ തിരച്ചിൽ നടത്തുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും കനത്ത മഴ ഈ പ്രദേശത്ത് പെയ്യുന്നുണ്ട്. ഏതായാലും ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ പാലത്തിലെ ആ വലിയ മല പോലെ കിടന്നിരുന്ന മണ്ണ് പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഇനിയും നമുക്കിപ്പോൾ ആ JCB കാണാൻ കഴിയും. അവിടെ മണ്ണ് അത്രയും വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് മണ്ണും കൂടെ നീക്കിക്കഴിഞ്ഞാൽ ഈ ചൂരൽമല ഭാഗങ്ങളിലേക്ക് വാഹന ഗതാഗതമടക്കം കിടത്തിവിടാൻ കഴിയും. കൂടുതൽ സംവിധാനങ്ങൾ, അതായത് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ, ലൈറ്റുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം ഈ പ്രദേശത്തോട്ട് കൂടി തന്നെ എത്തിക്കാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് വില്ലനായി പെയ്യുന്ന ഈ മഴയാണ് പ്രധാനമായ ഒരു തടസ്സം എന്ന് പറയുന്നത്. കമ്പനികളുടെ, അതായത് നിർമ്മാണ കമ്പനികളുടെ രേഖകളനുസരിച്ച് 18 പേരാണ് ഈ തൊഴിലാളികളായി ഇവിടെ ഉണ്ടായിരുന്നത്. ആ 18 പേർ ഈ വെള്ളം ചാല് കീറുന്ന ആ ഒരു പ്രവൃത്തികൾക്ക് വേണ്ടി ഇവിടെ ജോലിയെടുത്ത തൊഴിലാളികളാണ്. അവരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമികമായി പറയുന്നത്. സമീപത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒരു ചായക്കട പൂർണ്ണമായും തകർന്നു. ഒരു വീട് ഭാഗികമായി തകർന്നു. നിരവധി വാഹനങ്ങൾ തകർന്നു. നമുക്കറിയാം, ഈ കുത്തി ഒലിച്ച പോസ്റ്റുകളടക്കം ലൈറ്റുകളടക്കമുള്ള സംവിധാനങ്ങൾ ഈ പുഴയുടെ നടുവിൽ ആ ബസ്സിനിപ്പുറത്ത് കിടക്കുന്നത് കാണാൻ കഴിയും. അത് രാവിലത്തെ ഈ മണ്ണിന് ഇടയിലുണ്ടായ ആ ദുരിതത്തെ തുടർന്ന് ഇവിടേക്ക് വന്ന് താഴെ വീണതാണ്. അതുൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളുണ്ട്. നിരവധി JCBകൾ ഇതിനോടകം തന്നെ തകർന്നു. ഹിറ്റാച്ചുകൾ ഇതിനോടകം തന്നെ തകർന്നിട്ടുണ്ട്. ഇതെല്ലാം മണ്ണിനടിയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിനടിയിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ കൃത്യമായി തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുകൊണ്ട് മാത്രമേ കൂടുതൽ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തി കൃത്യമായി പരിശോധനകൾ നടത്തിയാണ് ഇത് ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഇപ്പോഴും ആ ഒരു പരിശോധനകൾ നടത്തുകയാണ്. അനുജ, രാത്രിയും പരിശോധന തുടരുമെന്ന് തന്നെയാണോ നമുക്കറിയാൻ കഴിയുന്നത്? അജി, തീർച്ചയായും അനുജ, ഈ രാത്രിയിലും എന്തായാലും പരിശോധന തുടരും എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. അപ്പോൾ രാത്രിയിലും പരിശോധന തുടരും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് നൽകാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.